എന്ത് ചെയ്യാനാ സാറേ, ചിങ്ങ 1-ാം തീയതിയായിട്ട് മനുഷ്യന്മാരാരും ഈ പരിസരത്തേക്ക് വരുന്നില്ല. ഫാർമസിയിലും പണിയൊന്നുമില്ലല്ലേ? ഓ സമാധാനേ, ലാബില് പണിയുണ്ടല്ലേ? ഓ എന്നാ പണിയാ സാറേ, ഫ്രീ ആയതുകൊണ്ട് ഇതെല്ലാം ഒന്ന് തുടച്ചു വെക്കാന്ന് വിചാരിച്ചു. ആശുപത്രി ജീവനക്കാരൊക്കെ വെറുതെ ഈച്ചയടിച്ചിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ? ഇന്ന് ചിങ്ങ 1 ആയതുകൊണ്ട് ഇന്നേ ദിവസം ആശുപത്രിയിൽ വന്ന ഈ വർഷം മൊത്തം ആശുപത്രിയിലായിരിക്കും എന്ന വിശ്വാസം പല ആളുകൾക്കും ഉള്ളതുകൊണ്ടാണ് ഈ ദിവസം ആശുപത്രി ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നത്. എന്നാൽ ഇന്നു മുതൽ ഇനി അങ്ങോട്ട് ഈ മാസം മൊത്തം ആശുപത്രിക്കാരെ ബിസി ആക്കി വെക്കാനുള്ള തയ്യാറെടുപ്പുകളിലായിരിക്കും പലപ്പോഴും നിങ്ങൾ. എങ്ങനെയാണെന്നല്ലേ, ഇന്നു മുതൽ എങ്ങോട്ട് തിരിഞ്ഞാലും കല്യാണങ്ങളുടെ ബഹളമാണ്, ആഘോഷങ്ങളുടെ ബഹളമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും സദ്യയും അല്ലെ ഫാസ്റ്റ് ഫുഡും അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള എന്നാൽ വാക്കി രുചിയുള്ള ആഹാരങ്ങളും കിട്ടുന്ന സീസണാണ് അല്ലേ? ഈ തിരക്കിന്റെ ഇടയിൽ ഈ ഫുഡൊക്കെ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഷുഗറിന്റെയും പ്രഷറിന്റെയും കൊളസ്ട്രോളിന്റെയും ഒക്കെ ഗുളികകൾ കഴിക്കാൻ സമയവും കിട്ടുകയില്ല. ഇങ്ങനെ ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ നല്ലോണം അങ്ങ് വളർത്തും. ഈ അല്ലാതെ ആക്സിഡന്റലി വരുന്ന അസുഖങ്ങളൊക്കെ ഓക്കെ നമുക്ക് തടയാൻ പറ്റുകയില്ല, ഇങ്ങനെ പോരെന്ന് പറയാം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അല്ലെങ്കിൽ ഇവ കാരണം വരുന്ന മറ്റ് കാർഡിയാക് അറസ്റ്റ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഈ ജീവിതശൈലി ഒന്ന് റെഡിയാക്കിയാൽ മതി. പിന്നെ ഈ ആഘോഷങ്ങളുടെ ഇടയിൽ ആഘോഷം കുറച്ചുകൂടെ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് അപ്പാപ്പന്മാർക്കൊക്കെ ഓരോന്ന് കിട്ടിയാലോ അല്ലേ നല്ലോണം ഒന്ന് വലിച്ചെടുത്താലോ ഒക്കെ ആഘോഷം കുറച്ചുകൂടെ ഒന്ന് കളറാവും. പിന്നെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂജൻ ഇങ്ങനെ വലിക്കുന്ന കുറച്ച് ഐറ്റംസും ഇവയൊക്കെ ഉപയോഗിച്ചാലും നിങ്ങളൊക്കെ വേഗം ഇങ്ങ് പോരും. ഞങ്ങൾ ആശുപത്രി ജീവനക്കാര് വളരെ ബിസി ആയിരിക്കും, ഞങ്ങളുടെ സാമ്പത്തിക നിലവാരമൊക്കെ നല്ലോണം അങ്ങ് ഉയരും. നിങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും കാലം പണിയെടുത്ത് തന്നത് ഞങ്ങൾ ആശുപത്രിക്കാരെ വളർത്താൻ ഉപയോഗിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാസങ്ങളുടെ ആഘോഷങ്ങളൊക്കെ കുറെ കാലം കൂടി നിങ്ങളുടെ കൂടെ തന്നെ മുന്നോട്ട് കൂടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിലും ഈ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ അത് ഹെൽത്തി ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബി സേഫ്, ബി ഹെൽത്തി.